ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024-25 അധ്യയന വർഷത്തെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. പ്രവർത്തനം 7 ആണല്ലേ. എന്താണ്? കഥ എഴുതാം. ആഘോഷത്തിൻ്റെ ഭാഗമായി കഥ പറയൽ മത്സരം നടന്നു. സിംഹരാജൻ വൈകിയതിനെ കുറിച്ചുള്ള കഥയാണ് ലാലുമുയൽ പറഞ്ഞത്. ലാലുമുയൽ പറഞ്ഞ കഥ എന്തായിരിക്കും? എഴുതി നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ ലാലുമുയൽ ഇവിടെ അതായത് സിംഹരാജൻ വൈകാനുള്ള കാരണം എന്താണ്? വഴിയിൽ വെച്ച് ഒരു മുയൽ വഴി തെറ്റിപ്പോകുന്നത് കണ്ടല്ലേ. അപ്പോൾ അതിനെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാൻ പോയത് കാരണമാണ് എന്ത് ചെയ്തത്? സിംഹരാജൻ പുതുവത്സര ആഘോഷത്തിന് എത്താൻ വൈകിപ്പോയതല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക? മനോഹരമായൊരു കഥ എഴുതുക. ഇതിന് കഥയുടെ പേര് നൽകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നൽകാവുന്നതാണ്. ഓക്കെ, ഇതിന് പ്രവർത്തനം 8 ഇലക്കണക്കാണല്ലേ. പുതുവത്സര ആഘോഷത്തിന് കൊണ്ടുവന്ന വാഴയില കുറച്ചു ബാക്കിയായി. ബാക്കി വന്ന ഇലകൾ സുന്ദരിക്കൊക്കെ 2 കൂട്ടങ്ങളാക്കി വെച്ചു. അങ്ങനെ 5 കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ബാക്കി വന്ന ഇലകൾ എത്ര എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? 5ന്റെ 2 കൂട്ടങ്ങളല്ലേ. അപ്പം ആകെ എത്ര രൂപയാകും? അതെ, 10 രൂപയിൽ എത്ര രൂപയാണ്? 10 രൂപ. ഇത് 2 കൂട്ടങ്ങളാക്കി ഇലകൾ സുന്ദരിക്കാക്ക തൊട്ടടുത്ത ഹോട്ടലിൽ കൊടുത്തു. അവൾക്ക് ഒരു ഇലയ്ക്ക് 2 രൂപ വീതം കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആകെ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ആകെ നമ്മൾ പറഞ്ഞു 10 ഇലകളാണുള്ളത്. 10 ഇല 2 രൂപയല്ലേ ഒരു ഇലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10 ഇലയ്ക്ക് എത്ര രൂപയായിരിക്കും? അത് 20 രൂപയല്ലേ. 20 രൂപ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഹോട്ടലിൽ നിന്ന് സുന്ദരിക്കാക്ക 35 രൂപയ്ക്ക് മധുര പലഹാരം വാങ്ങി. ഹോട്ടൽ ഉടമയ്ക്ക് സുന്ദരിക്കാക്ക എത്ര രൂപ കൂടി കൊടുക്കണമെന്ന് ചോദിക്കുന്നല്ലേ. അപ്പോൾ വാഴയിലേക്ക് കിട്ടിയ രൂപ നമുക്കറിയാം. എത്ര രൂപയായിരുന്നു കൂട്ടുകാരെ? നമ്മൾ പറഞ്ഞു 20 രൂപയാണല്ലേ. വാഴയിലേക്ക് കിട്ടിയ രൂപ എത്രയാണ്? 20 രൂപ. 20 വാഴയിലേക്ക് കിട്ടിയത്. ഇനി മധുര പലഹാരത്തിൻ്റെ വില എത്രയാണ്? മധുര പലഹാരത്തിൻ്റെ വില എന്ന് പറയുന്നത് 35 രൂപയാണല്ലേ. മധുര പലഹാരത്തിൻ്റെ വില 35. ഇനി ഹോട്ടൽ ഉടമയ്ക്ക് കൊടുക്കേണ്ട ബാക്കി രൂപ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതെ, 35 മൈനസ് 20 എത്രയാണ് ആൻസർ കിട്ടുക നമുക്ക്? അതെ, 15 ആണല്ലേ. എത്രയാണ്? 15. ഓക്കെ, അപ്പോൾ ഹോട്ടൽ ഉടമയ്ക്ക് കൊടുക്കേണ്ട ബാക്കി രൂപ എത്രയാണ്? 15 രൂപ. ഓക്കെ, ദെൻ പലഹാര കടയാണല്ലേ ഹോട്ടൽ. സുന്ദരിക്കാക്ക ഹോട്ടലിൽ കണ്ട ആഹാര സാധനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? നെയ്യപ്പം, വാഴപ്പഴം, ഇഡ്ഡലി, പഴംപൊരി, ഇടിയപ്പം, ഓറഞ്ച്, ഇലയട, ഉഴുന്നുവട, മുന്തിരി. അപ്പോൾ ഇവയെ തരം തിരിച്ച് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പട്ടിക പൂർത്തീകരിക്കാനാണല്ലേ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് ആവിയിൽ വേവിച്ചത്. ഇവിടെ എന്തായിരിക്കും വരിക കൂട്ടുകാരെ? എണ്ണയിൽ വറുത്തെടുത്തവ എന്നല്ലേ. ഇവിടെ എന്താ എഴുതേണ്ടത്? എണ്ണയിൽ വറുത്തെടുത്തവ. ഇനി പ്രകൃതിയിൽ നേരിട്ട് കിട്ടുന്നത് ഏതൊക്കെയാണ്? അതെ, വാഴപ്പഴം. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് വാഴപ്പഴം. പിന്നെയോ ഓറഞ്ച്, ദെൻ മുന്തിരി അല്ലേ. ദെൻ ആവിയിൽ വേവിച്ചത് ഇഡ്ഡലി, ഇടിയപ്പം, ഇലയട. ഓക്കെ, ആവിയിൽ വേവിച്ചത് ഇഡ്ഡലി, ഇടിയപ്പം, ഇലയട. ഓക്കെ, ദെൻ ഇനി നമ്മൾ എണ്ണയിൽ വറുത്തതാണല്ലേ. ഏതൊക്കെയാണ്? പഴംപൊരി, ഉഴുന്നുവട, നെയ്യപ്പം. ഓക്കെ, അപ്പം എന്ത് ചെയ്തതുപോലെ കൂട്ടുകാർ പട്ടികപ്പെടുത്താം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രവർത്തനം 10 സംഭാഷണം. അടുത്ത ദിവസം സുന്ദരിക്കാക്ക പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കാത്ത മൈലമ്മയുടെ അടുത്തെത്തി. അവർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കും. പ്രവർത്തനം 5 നോക്കാം. നമുക്ക് വ്യത്യസ്ത രീതിയിൽ എഴുതാമല്ലോ. 10 രൂപ എന്ന് എഴുതാമല്ലോ. 10 രൂപ ചേർന്നാൽ എത്രയായി? 70 ആയി. അങ്ങനെ നിങ്ങൾ എന്താണ് വ്യത്യസ്ത രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ പ്രവർത്തനം 6 വിശേഷം പങ്കിടാം. ലാവണ്യയുടെ അമ്മയ്ക്ക് ഭക്ഷ്യമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയ ലാവണ്യ അമ്മയോട് അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു. അവർ തമ്മിലുള്ള സംഭാഷണം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഭക്ഷ്യമേള ഗംഭീരമായിരുന്നു. അപ്പൊ അമ്മ എന്തൊക്കെയാവും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺവെർസേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 29 അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും സൺഡേസ് ഇൻ 2025 ജാനുവരി. നമ്പർ ഓഫ് സൺഡേസ് ആണല്ലേ ചോദ്യത്തിലുള്ള. സൺഡേ നോക്കൂ, 1 2 3 4. അപ്പോൾ എത്രയാണ്? 4 ആണല്ലേ. നമ്പർ ഓഫ് സൺഡേസ് 4. ദെൻ വിച്ച് ഡേ വിൽ ബി 2025 ഫെബ്രുവരി 2? ഫെബ്രുവരി 2 ഏതായിരിക്കും?
നോക്കൂ ഫെബ്രുവരി 2 ആണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ജാനുവരിയിലെ കലണ്ടറാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി 2 എന്നായിരിക്കും? 1-ാം തീയതി സാറ്റർഡേ ആകുമ്പോൾ സൺഡേ ആയിരിക്കും അല്ലേ? സാറ്റർഡേ സൺഡേ 2-ാം തീയതി ആവില്ലേ? അപ്പോൾ 2005 വിച്ച് ഡേ വിൽ ബി 2005 ഫെബ്രുവരി 2 എന്നായിരിക്കും? യെസ്, സൺഡേ ആയിരിക്കും. ഓക്കെ, ആൻസർ എന്താണ്? സൺഡേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് 2 പാറ്റേൺസ് ഫ്രം ദ കാലണ്ടർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. പാറ്റേൺസ് ആണല്ലേ. നമുക്ക് പാറ്റേൺസ് എങ്ങനെ എഴുതാം നോക്കൂ. കാലണ്ടർ നോക്കൂ. യെസ്, നമുക്കിങ്ങനെ 4, 11, 18, 25 എഴുതാം. ദെൻ 3, 10, 17, 24, 31. 24, then 2, 9, 16, 23, 30. അതായത് നമുക്ക് ഇതുപോലെ ഈ സംഖ്യകൾ മൊത്തമായിട്ട് എഴുതാം. ഇതുപോലെ ഈ സംഖ്യകൾ മൊത്തമായിട്ട് എഴുതിയ ഒരു പാറ്റേൺ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.